കേരള യൂണിവേഴ്സിറ്റി കാര്യവട്ടം ക്യാമ്പസ് ഹോസ്റ്റൽ മെസ്സിലെ ഭക്ഷണത്തിൽ പുഴുവെന്ന് പരാതി. ഇന്ന് ഉച്ചയ്ക്ക് നൽകിയ സാമ്പാറിലാണ് പുഴുവിനെ കണ്ടത്. ഭക്ഷ്യസുരക്ഷാ ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി പരിശോധന നടത്തി. സഫ്വാൻ VP വിശദാംശങ്ങൾ നൽകും. സഫ്വാൻ, ഈ പരാതിക്ക് പിന്നാലെ എന്താണ് മെസ്സിൽ സംഭവിച്ചത്? പരിശോധനകൾ എങ്ങനെയായിരുന്നു? ഇപ്പോഴെന്താണ് അവസ്ഥ? സൈഫുദ്ദീൻ, ഇന്ന് ഉച്ചക്കാണ് വിദ്യാർത്ഥിനികൾക്ക് സാമ്പാറിൽ നിന്ന് ഇത്തരത്തിലൊരു പുഴു ലഭിക്കുന്നത്. വിദ്യാർത്ഥിനികളുടെ ഭാഗത്തു നിന്നുള്ള പ്രതിഷേധത്തിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് ഭക്ഷ്യസുരക്ഷാ വകുപ്പിനെയും അധികൃതരെയും വിദ്യാർത്ഥികൾ വിവരം അറിയിക്കുന്നത്. വിദ്യാർത്ഥിയുടെ ഭാഗത്തു നിന്ന് ഇതിനെ തുടർന്ന് വലിയ പ്രതിഷേധം ഉണ്ടായിരുന്നു. പ്രതിഷേധം ഉണ്ടായതിനെ തുടർന്നാണ് ഭക്ഷ്യസുരക്ഷാ വകുപ്പ് ഉദ്യോഗസ്ഥർ ക്യാമ്പസിലെത്തി പരിശോധന നടത്തിയത്. ഭക്ഷ്യസുരക്ഷാ ഉദ്യോഗസ്ഥരുടെ പരിശോധനയിൽ ഇത് സാമ്പാർ പച്ചക്കറിയിൽ നിന്നുള്ള പുഴുവാണെന്നാണ് കണ്ടെത്തിയിരിക്കുന്നത്. ഈ 150ഓളം വിദ്യാർത്ഥിനികൾ ഈ ഒരു മെസ്സിനെ ആശ്രയിച്ച് ഇവിടുന്ന് ഭക്ഷണം കഴിക്കുന്നുണ്ട്. 3000 വിദ്യാർത്ഥികൾ പറയുന്നത് 3000 രൂപ ഇവരിൽ നിന്ന് മെസ്സിൻ്റെ ഫീ ആയിട്ട് വാങ്ങുന്നുണ്ട്. അതുകൊണ്ട് തന്നെ തങ്ങൾക്ക് വൃത്തിയുള്ള ഭക്ഷണം നൽകാൻ ക്യാമ്പസ് അധികൃതർ തയ്യാറാകണമെന്നാണ് വിദ്യാർത്ഥികളുടെ ആവശ്യം. ഇങ്ങനെയുള്ള സംഭവങ്ങൾ നിരന്തരമാണെന്നും ഇതിനുള്ള ഒരു പരിഹാരം കാണുന്നത് വരെ ഈ ഒരു പ്രതിഷേധവുമായി മുന്നോട്ട് പോകുമെന്ന് തന്നെയാണ് വിദ്യാർത്ഥികൾ പറയുന്നത്. ഇന്ന് ഉച്ചയ്ക്ക് ഇത്തരത്തിലൊരു സംഭവത്തിനെ തുടർന്ന് മുഴുവൻ വിദ്യാർത്ഥികളും ക്യാമ്പസ്, അതായത് ഇത്തരത്തിൽ ഭക്ഷണം കഴിക്കുന്ന മുഴുവൻ വിദ്യാർത്ഥികളും ഭക്ഷണം ബഹിഷ്കരിച്ചാണ് ഇത്തരത്തിലൊരു പ്രതിഷേധം അറിയിച്ചത്. ഇതുമായി ബന്ധപ്പെട്ടുള്ള പരാതികൾ ക്യാമ്പസ് അധികൃതർക്കും ഉന്നത വിദ്യാഭ്യാസ ഉദ്യോഗസ്ഥർക്കും നൽകാനാണ് വിദ്യാർത്ഥികളുടെ തീരുമാനം. തങ്ങൾക്ക് വൃത്തിയുള്ള ഭക്ഷണം തങ്ങളുടെ അവകാശമാണെന്ന് അടക്കമുള്ള കാര്യങ്ങൾ ഉയർത്തിയാണ് വിദ്യാർത്ഥികൾ ഇന്ന് കാര്യവട്ടം ക്യാമ്പസിൽ 140ഓളം വിദ്യാർത്ഥികളാണ് ഇവിടുന്ന് ഇത്തരത്തിൽ ഈ ഹോസ്റ്റൽ ഭക്ഷണത്തെ ആശ്രയിച്ച് കഴിയുന്നത്. ഇവരുടെ ഒരു പ്രതിഷേധം തന്നെ ഈ ഒരു സംഭവത്തിനെ തുടർന്ന് കാണാൻ കഴിഞ്ഞു. സൈഫുദ്ദീൻ. ശരി സഫ്വാൻ.